നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നത് കേരളത്തിലും വിദേശത്തുമൊക്കെ ആയിട്ട് ലഭ്യമായിരിക്കുന്ന ഏതാണ്ട് 3000-ലധികം തൊഴിൽ അവസരങ്ങളാണ്. അത് ഈ അപ്രന്റീഷിപ്പ് ഏതാണ്ട് 15,000 രൂപ സ്റ്റൈഫൻഡ് ഉള്ള അപ്രന്റീഷിപ്പ് അവസരങ്ങൾ മുതൽ ഫുൾ ടൈം ആയിട്ടുള്ള അവസരങ്ങൾ വരെ ലഭ്യമാണ്. പ്രത്യേകിച്ച് കേരള ഗവൺമെന്റ് ഒരു ഏജൻസി വഴി വിദേശത്തേക്കുള്ള റിക്രൂട്ട്മെന്റ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. നൂറുകണക്കിന് അവസരങ്ങളാണ് അവിടെ ലഭ്യമായിരിക്കുന്നത്. അതുകൂടാതെ നമ്മുടെ മലയാള മനോരമ, ലുല്ലു പോലെയുള്ള സ്ഥാപനങ്ങളിലേക്കുള്ള റിക്രൂട്ട്മെന്റുകളും ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒട്ടനവധി തൊഴിൽ അവസരങ്ങൾ ലഭ്യമാകുന്ന ഈ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ കൂടുതൽ തൊഴിൽ അവസരങ്ങൾ തേടുന്നവരാണെങ്കിൽ നമ്മൾ വാട്സാപ്പ് ചാനലിലൂടെ തൊഴിൽ അവസരങ്ങൾ തേടാവുന്നതാണ്. വാട്സാപ്പ് ചാനലിൻ്റെ ഒരു പ്രത്യേകത, നിങ്ങളുടെ ഐഡന്റിറ്റി, നിങ്ങളുടെ മൊബൈൽ നമ്പരൊന്നും മറ്റുള്ളവരിലേക്ക് ഷെയർ ആയി പോകത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. അത് ഞാൻ ഏതാണ്ട് 15,000 രൂപ സ്റ്റൈഫൻഡ് ഉള്ള ഇന്റേൺഷിപ്പ് അവസരങ്ങളൊന്ന് സൂചിപ്പിക്കാം. 600 ഒഴിവുകളാണ് ഇപ്പോൾ കേരളത്തിൽ ലഭ്യമായിരിക്കുന്നത്. വിജ്ഞാന കേരളം എന്ന് പറഞ്ഞാൽ കേരള ഗവൺമെന്റ് ഒരു പ്രോജക്റ്റാണ്. അതായത് ഈ അഭ്യസ്ത വിദ്യരെയൊക്കെ ജോലിയിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്രോജക്റ്റാണ്. ആ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടാണ് ഈ 600 പേരെ ഇപ്പോൾ ഹയർ ചെയ്യുന്നത്. ഓർക്കുക, നമ്മുടെ കേരളത്തിലെ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനിലേക്കൊക്കെയാണ് ഹയർ ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെയൊക്കെ നാട്ടിൽ തന്നെ ജോലി ചെയ്യുവാൻ 15,000 രൂപ സ്റ്റൈഫൻഡിലൊക്കെ ജോലി ചെയ്യുവാനായിട്ടുള്ള ഒരു അവസരമാണ് ലഭ്യമായിരിക്കുന്നത്. ഓർക്കുക, 1 ഇയറിലേക്കായിരിക്കും നിങ്ങൾക്ക് ഈ ജോലി ലഭ്യമാവുക. അതോടൊപ്പം ഈ കോഴ്സറ, ലിങ്ക്ഡിൻ പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിലൊക്കെ പഠനത്തിനുള്ള അവസരവുമൊക്കെ ഇവിടെ ലഭ്യമാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. വിജ്ഞാന കേരളത്തിൻ്റെ ഡീറ്റെയിൽസും ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഈ ജോബ് ഫെയറുകളുടെയൊക്കെ നടത്തിപ്പ്, ജോബ് സ്റ്റേഷനിലൊക്കെ പ്രവർത്തിക്കുക, ഇതൊക്കെയാണ് നിങ്ങളുടെ ജോലി. ആർക്കായിരിക്കും ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക? 35 വയസ്സിൽ താഴെ ആയിരിക്കണം പ്രായം. PGക്കാർക്ക് അപ്ലൈ ചെയ്യാം. PG മാനേജ്മെന്റ്, അതായത് MBA, PGDM പോലെയുള്ള കോഴ്സുകൾ, അല്ലെങ്കിൽ സോഷ്യൽ വർക്ക്, MSW, അതല്ലെങ്കിൽ MA പോലെയുള്ള കോഴ്സുകൾ, ആന്ത്രോപോളജി, സോഷ്യോളജി, പൊളിറ്റിക്കൽ സയൻസ്, എക്കണോമിക്സ്, ഡെവലപ്മെന്റ് സ്റ്റഡീസ്, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളിൽ PG കഴിഞ്ഞവർക്ക്. അതല്ലെങ്കിൽ ബിടെക്കുകാർക്ക്, ബിടെക് മിക്കവാറും എല്ലാ ഡൊമൈനിലും എല്ലാ ബ്രാഞ്ചിലും കഴിഞ്ഞവർക്കൊക്കെ ഇതിന് അപേക്ഷിക്കുവാനായിട്ട് കഴിയും. ഇന്റേൺഷിപ്പ് അലവൻസ് 15,000 രൂപ പെർ മന്ത് ആയിരിക്കും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. എല്ലാ ജില്ലയിലും ഇത് അവസരമുണ്ട്. എന്നാൽ എനിക്ക് തോന്നുന്നു മലപ്പുറം ജില്ലയിൽ മാത്രം ലഭ്യമല്ല. കാരണം മലപ്പുറത്ത് ഇപ്പോൾ നിലമ്പൂർ ഇലക്ഷൻ നടക്കുന്നുണ്ട്. മലപ്പുറത്ത് പിന്നാലെ റിക്രൂട്ട്മെന്റ് നടക്കുന്നുള്ളൂ. ബാക്കി ജില്ലയിലൊക്കെ അവസരമുണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷൻ നൽകി. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ആലപ്പുഴ ജില്ലക്കാരാണെങ്കിൽ ഈ ആലപ്പുഴയുടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗൂഗിൾ ലിങ്ക് നിങ്ങൾക്ക് ലഭ്യമാവും. ഈ ലിങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ CMD ഒക്കെ ആയിരിക്കും ഇതിൻ്റെ ഫൈനലായിട്ടുള്ള ഷോർട്ട് ലിസ്റ്റിംഗ് നടത്തുക. എന്നിട്ട് ഷോർട്ട് ലിസ്റ്റ് ആയവരെ ആയിരിക്കും ഈ ഒരു അവസരങ്ങളിലേക്ക് അവരെ റിക്രൂട്ട് ചെയ്യുക എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. മലയാള മനോരമയിലേക്ക് 4 ലൊക്കേഷനിലേക്ക് ഒരു ഹയറിങ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. കോട്ടയം, കൊച്ചി, കോഴിക്കോട്, തിരുവനന്തപുരം, തൃശ്ശൂർ 5 ജില്ലകളിലേക്ക് ഹയറിങ് നടക്കുന്നുണ്ട്. കസ്റ്റമർ കെയർ അസിസ്റ്റന്റ് തസ്തികകളിലാണ് ഹയറിങ് നടക്കുന്നത്. മലയാള മനോരമയുടെ തന്നെ ക്വിക്ക് കേരള, അതേപോലെ തന്നെ മാട്രിമോണിയൽ സൈറ്റ് ഒക്കെ ഉണ്ട്, M4 ഇങ്ങനെയൊക്കെയുള്ള ഹലോ അഡ്രസ്സ്, ഇങ്ങനെയൊക്കെയുള്ള അവരുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഹയറിങ് നടക്കുന്നത്. ഒരു ഡിഗ്രി ഒക്കെ ഉള്ളവർക്ക് ഇതിന് അപേക്ഷിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ നിങ്ങൾക്ക് ഈ 5 ജില്ലകളിൽ മലയാള മനോരമയിൽ ലഭ്യമായിരിക്കുന്ന ഈ അവസരങ്ങളിലേക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി അവിടെ സൂചിപ്പിക്കുന്ന പോലെ അപ്ലൈ ചെയ്യാം. അതല്ലെങ്കിൽ jobsbridge.com നമ്മുടെ സൈറ്റിൽ പോയിട്ട് മലയാള മനോരമ എന്ന് സെർച്ച് ചെയ്ത് ഡീറ്റെയിൽസ് മനസ്സിലാക്കിയും അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. ഓർക്കുക, ഒട്ടനവധി തൊഴിൽ അവസരങ്ങളുണ്ട് എന്നാണ് മനോരമയുടെ HR ടീം സൂചിപ്പിക്കുന്നത്. ഈ മറ്റൊരു അവസരം ലഭ്യമായിരിക്കുന്നത് ലുല്ലുവിലാണ്. യൂസഫ് അലിയുടെ ലുല്ലു ഗ്രൂപ്പ് കൊച്ചിയിലേക്ക് ഒരു ഹയറിങ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അവർക്ക് ഇത് എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്കുള്ള അവസരങ്ങളാണ്. മാനേജർ HR കോംപ്ലയൻസ്, ഈ ഒരു തസ്തികയിലേക്കാണ് ഹയറിങ് നടക്കുന്നത്. ഇവരിവിടെ സൂചിപ്പിക്കുന്നുണ്ട് എ ഡെക്കേഡ് ഓഫ് എക്സ്പീരിയൻസ് ഇൻ HR കോംപ്ലയൻസ് അക്രോസ് ഇന്ത്യ എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ഒരു 10 കൊല്ലമെങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവർക്കായിരിക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക. LLB + MBA ആണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഒക്കെ സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ 25-ാം തീയതി ജൂണിന് മുമ്പായിട്ട് അപേക്ഷിക്കണം. ഇതിൻ്റെയും കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നു. ഇനി ഞാൻ കേരള ഗവൺമെന്റിന്റെ തന്നെ സൂപ്പർവൈസറി ഡെവലപ്മെന്റ് സെന്റർ ഉണ്ട്, SDC, നമ്മുടെ കൊച്ചി കളമശ്ശേരിയിലുള്ള, അവരെ അനൗൺസ് ചെയ്തിട്ടുള്ള ചില അവസരങ്ങളൊന്ന് സൂചിപ്പിക്കാം. ഓർക്കുക, വിവിധ എയർപോർട്ടുകൾ, പ്രത്യേകിച്ച് നമ്മുടെ കൊച്ചി എയർപോർട്ട്, സിയാല്, അതേപോലെ തന്നെ മറ്റ്
കൊച്ചി മെട്രോ, അതേപോലെ കൊച്ചി ഷിപ്പ്യാർഡ്, BPCL, കൊച്ചി റിഫൈനറി, ഫാക്ട്, DP വേൾഡ്, അല്ലെ KSEB, BSNL, അല്ലെങ്കിൽ കേന്ദ്ര പ്രതിരോധ സ്ഥാപനങ്ങൾ, ഇവിടേക്കൊക്കെ ആയിട്ടാണ് ഈ ഒരു ഹയറിങ് നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇതുണ്ട്, ഇതൊരു അപ്രന്റീസ്ഷിപ്പ് സെലക്ഷൻ മേളയാണ്. അതായത് ഇതിലൂടെ നിങ്ങൾക്ക് ഈ സ്ഥാപനങ്ങളിലൊക്കെ അപ്രന്റീസ് ആയിട്ട് ജോലി ചെയ്യുവാനുള്ള അവസരങ്ങളായിരിക്കും ലഭ്യമാവുക. ഈ അപ്രന്റീസുകാർക്ക് സ്റ്റൈഫൻഡ് ആയിരിക്കും ലഭ്യമാവുക. അതായത് ഡിഗ്രിക്കാർക്ക് 9,000 രൂപയും ഡിപ്ലോമക്കാർക്ക് 8,000 രൂപയായിരിക്കും സ്റ്റൈഫൻഡ് ആയിട്ട് ലഭ്യമാവുക. അപ്പോൾ ഇതിനേക്കുള്ള ഈ റിക്രൂട്ട്മെന്റ് നടക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. 28-ാം തീയതി ശനിയാഴ്ച പാലക്കാട് ഗവൺമെന്റ് പോളിടെക്നിക്കിൽ വെച്ചായിരിക്കും നടക്കുക. അതുകൊണ്ട് 2,000-ലധികം ഒഴിവുകളാണ് ലഭ്യമായിരിക്കുന്നത്. നിങ്ങൾ BTech അല്ലെങ്കിൽ ഡിപ്ലോമ, 3 ഇയർ പോളിടെക്നിക് ഡിപ്ലോമ കഴിഞ്ഞവർക്കോ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞവരെ BSc, BA, BCom, അല്ലെങ്കിൽ ഈ മറ്റ് ഡിഗ്രികളുണ്ട്, BPharm, DPharm, ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സുകൾ, ഇങ്ങനെ BBA, BCA, ഇങ്ങനെ ഒട്ടനവധി മേഖലയിലുള്ളവർക്ക് അവസരങ്ങളുണ്ട്. അതാണ് 2,000-ഓളം ഒഴിവുകളുണ്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് 26-ാം തീയതി വരെ അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. SDCയുടെ സൈറ്റ് ഉണ്ട്, അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ പോയിട്ട് ഇതിന് രജിസ്റ്റർ ചെയ്യാം. എന്നിട്ട് 28-ാം തീയതി പാലക്കാട് ഗവൺമെന്റ് പോളിടെക്നിക്കിലേക്ക് വോക്ക് ഇൻ ചെയ്തുകൊണ്ട് ഈ അവസരങ്ങളിലേക്ക് എത്തുവാനായിട്ട് കഴിയും. വോക്ക് ഇൻ ചെയ്യുമ്പോൾ ചില ഡോക്യുമെന്റ്സ് ഒക്കെ ക്യാരി ചെയ്യണം. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ നൽകുന്നു. നമുക്ക് ഗൾഫ് മേഖലയിലേക്ക് ഗവൺമെന്റ് ഏജൻസി വഴി ലഭ്യമായിരിക്കുന്ന ഒട്ടനവധി അവസരങ്ങൾ, അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് മനസ്സിലാക്കാം. ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ഗൾഫ് കൺട്രീസ്, ഗൾഫ് തൊഴിൽ മേള, ഗൾഫ് രാജ്യങ്ങളിലെ അവസരങ്ങളിലേക്കുള്ള തൊഴിൽ മേള. മിനിമം SLC മുതൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇതിൽ പങ്കെടുക്കാം. മാനേജർ, സെയിൽസ്, എഞ്ചിനീയറിംഗ്, ഹോസ്പിറ്റാലിറ്റി, അക്കൗണ്ടിങ്, ഡ്രൈവർ, കാർപ്പൻറ്റേഴ്സ്, പ്ലംബർ, മേസൺ, വെൽഡർ, ഗാർഡനർ തുടങ്ങി ഒട്ടനവധി മേഖലകളിലെ ആയിരക്കണക്കിന് തൊഴിലവസരങ്ങളാണ് ഈ ഒരു ജോബ് മേളയിൽ ലഭ്യമായിരിക്കുന്നത് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഈ ജോബ് മേള ജൂൺ 21-ാം തീയതി ആയിരുന്നു ആദ്യം അനൗൺസ് ചെയ്ത്. അല്ലെങ്കിൽ ഇപ്പോൾ ജൂലൈ ആദ്യ വാരത്തിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. തൃശ്ശൂരിൽ വെച്ചിട്ടാണ് ഈ ഒരു ജോബ് മേള നടക്കുന്നത്. ഒട്ടനവധി കാറ്റഗറിയിൽ അവസരങ്ങൾ ലഭ്യമാണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് ഇവിടെ ഒരു ലിങ്ക് ഉണ്ട്. ഈ ഒരു ലിങ്ക്, അതിൻ്റെയൊക്കെ ആ ലിങ്കിലേക്കുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട്. അവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഫോം, നിങ്ങളുടെ ജെൻഡർ, മൊബൈൽ നമ്പർ, ഇമെയിൽ ID, ഏത് ജില്ലക്കാരാണ് എന്നൊക്കെ, എന്നിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ജോലികൾ ഇതാ നോക്കുക. ഒട്ടനവധി ജോലികൾ, ഞാൻ മുമ്പ് സൂചിപ്പിച്ചത് മാത്രമല്ല, ഒട്ടനവധി മേഖലകളിൽ തൊഴിലവസരങ്ങളുണ്ട്. അപ്പോൾ അതേതാണ് നിങ്ങൾ താല്പര്യപ്പെടുന്നത്. ഇപ്പോൾ IT-യിൽ വരെയുണ്ട്, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, IT സപ്പോർട്ട്, ഇങ്ങനെ പല മേഖലകളിൽ HR. അപ്പോൾ അതേതാണെന്ന് വെച്ചാൽ അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ബാക്കി ഡീറ്റെയിൽസ് കൂടെ നോക്കി നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഒക്കെ നൽകി ഇതിന് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. അപ്പം ഇതിൻ്റെയും ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നു. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സ്, വ്യൂവേഴ്സിനൊക്കെ ഒരുപക്ഷെ അനുയോജ്യമെന്ന് തോന്നിയ ചില അവസരങ്ങൾ, പ്രത്യേകിച്ച് കേരള ഗവൺമെന്റിന്റെ ഒക്കെ അനൗൺസ് ചെയ്തിരിക്കുന്ന ചില അവസരങ്ങൾ ഞാൻ കണ്ടെത്തിയത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ പോയി വായിച്ച് മനസ്സിലാക്കി അവിടെ സൂചിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. അവർക്ക് ഈ റിക്രൂട്ട്മെന്റുകളൊക്കെ സൗജന്യമാണ്. പ്രത്യേകിച്ച് ഒന്നിനും പണമൊന്നും ചോദിക്കുന്നില്ല. വളരെ ശ്രദ്ധാപൂർവം വേണം ആരെങ്കിലും പണം ആവശ്യപ്പെട്ടാൽ ഇതിനെയൊക്കെ സമീപിക്കുവാനായിട്ട്. അതിലും ഈ ഒരു വീഡിയോ അത് നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഞാൻ മുമ്പ് സൂചിച്ച പോലെ കൂടുതൽ തൊഴിലവസരങ്ങൾ തേടുന്നവരാണെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ചാനലിലൂടെയൊക്കെ ജോലി തരാം. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വീണ്ടും ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.